എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി +2 പരീക്ഷാഫലം പുറത്തുവിടും. നിരവധി വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെ ചോദിച്ച സംശയത്തിനാണ് കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ. അഡ്മിഷൻ ഉടൻ ആരംഭിക്കും. അന്നേരം റെഗുലർ ആണോ ഡിസ്റ്റൻസ് ഡിഗ്രി ആണോ നല്ലത്, ഡിഗ്രിക്ക് കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം, ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്നവർ നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2025 +2 പരീക്ഷാഫലം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്യും. കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അഡ്മിഷൻ നടപടികൾ +2 പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരാഴ്ചക്കകം തന്നെ ഡിഗ്രി പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഡിഗ്രി റെഗുലറായിട്ട് ചെയ്യുന്നതാണോ ഡിസ്റ്റൻസ് ഡിഗ്രി ആണോ നല്ലത്? മോസ്റ്റ് പ്രോബബിളി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെഗുലറും നല്ലത് തന്നെയാണ്, ഡിസ്റ്റൻസും നല്ലത് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് വരെ ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് എന്ത് ചെയ്യുമായിരുന്നു, ഡിസ്റ്റൻസ് ഡിഗ്രിയായി ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എഴുതുമായിരുന്നു. അപ്പോൾ പലയിടത്ത് ചെല്ലുമ്പോഴും പല ജോലിക്കും മറ്റാവശ്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ഈ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവർക്ക് വിലയുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം UGC ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും റെഗുലറായി ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ വേണം വിതരണം ചെയ്യാൻ. നിങ്ങൾ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്തൊരു വിദ്യാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ റെഗുലറായി ഡിഗ്രി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ, അതായത് ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റിൽ ഒരിക്കലും ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി ചെയ്തതെന്ന് എഴുതരുത്. UGC, അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഹയർ അതോറിറ്റിയായ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണിത്. അതുകൊണ്ട് തന്നെ റെഗുലറായി ഡിഗ്രി ചെയ്താലും ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്താലും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് വാലിഡ് ഉള്ള ഡിഗ്രി തന്നെ കിട്ടും. ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുമ്പോൾ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന യൂണിവേഴ്സിറ്റി UGC അംഗീകാരമുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ലോകത്തെവിടെയും നിങ്ങളൊരു ഡിഗ്രി എടുത്തു കഴിഞ്ഞ് ലോകത്തെവിടെയും നിങ്ങളുടെ ആ ഡിഗ്രിക്ക് വിലയുണ്ടാവണമെങ്കിൽ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസം ഹയർ അതോറിറ്റിയാണ് UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിഗ്രി എടുത്താലേ നിങ്ങൾക്ക് അതും കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ കേരളത്തിലെ കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികൾക്കെല്ലാം എന്തുണ്ട്, UGC അംഗീകാരവുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ യൂണിവേഴ്സിറ്റീസുമാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, UGC അംഗീകാരമുണ്ട്. ഞാൻ പോയ യൂണിവേഴ്സിറ്റി UGC അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നതാണ്. UGC അംഗീകാരമുണ്ട്. UGCയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആയതിനു ശേഷം UGC അംഗീകാരമില്ല എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടാവില്ല. അത് UGC അംഗീകാരമുള്ള ഡിഗ്രിക്ക്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകാരമുള്ള ഡിഗ്രിക്ക് മാത്രമേ ഇന്ത്യയിൽ വാല്യൂ ഉള്ളൂ. അപ്പോൾ നിങ്ങളെടുക്കുന്ന യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ നിങ്ങൾ ഡിസ്റ്റൻസ് ഡിഗ്രി ചെയ്യുന്നത്, ആ ഡിസ്റ്റൻസ് ഡിഗ്രിക്ക് UGC അംഗീകാരമുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. പ്രിയ വിദ്യാർത്ഥികൾ, ഡിസ്റ്റൻസ് ഡിഗ്രി ആണോ പിന്നെ ഡിസ്റ്റൻസ് റെഗുലർ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ +2 സ്കൂളുകളിൽ പോയി രാവിലെ സ്കൂളിൽ പോന്നു, പഠിക്കുന്നു, വൈകിട്ട് വീട്ടിൽ വരുന്നു, പരീക്ഷ എഴുതുന്നു. ഈ ഒരു സംവിധാനമായിരുന്നല്ലോ റെഗുലർ.
അതേപോലെ തന്നെയാണ് ഡിഗ്രിക്കും. നിങ്ങൾ രാവിലെ കോളേജിലേക്ക് പോകും, പഠിക്കും, വൈകുന്നേരം വീട്ടിൽ വരും, റിപ്പീറ്റ് ചെയ്യുന്നു പിറ്റേ ദിവസം, എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ബട്ട് ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ ക്ലാസ് ഇല്ല, പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല, നോട്ടില്ല. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും? സിലബസ് അയച്ചു തരും. നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല, നിങ്ങൾക്ക് നോട്ട്സ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായി നോട്ട് പ്രിപ്പയർ ആക്കണം. ഇപ്പോൾ നമ്മളെ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് എൻ്റെ അറിവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസ് മാത്രമാണെന്ന് തോന്നുന്നു. മറ്റ് യൂണിവേഴ്സിറ്റീസ് ഏതെങ്കിലും നോട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള നോട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോട്ടില്ല, ക്ലാസ് ഇല്ല, പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. നിങ്ങൾക്ക് സിലബസ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? അയച്ചു തരും. ആ സിലബസ് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ റെഗുലറായി പോയാലും ഡിസ്റ്റൻസ് ആയി ചെയ്താലും ഡിഗ്രി തന്നെയാണ്. റെഗുലർ വിദ്യാർത്ഥികൾക്കെന്ന് പറയുമ്പോൾ ക്ലാസ് ഉണ്ട്, ടീച്ചേഴ്സ് ക്ലാസ് കൊടുക്കും, അവർക്ക് നോട്ട്സ് കൊടുക്കും. കോളേജിൽ പോയിരുന്ന അധ്യാപകരോട് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്ന് പഠിക്കാം. ഇപ്പം ഡിസ്റ്റൻസ് ആകുമ്പോൾ നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ പോലും ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക കാണിയാലെന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സിലബസ് അയച്ചിരും. ആ സിലബസ് നോക്കി പഠിക്കുക, ഓരോ സെമസ്റ്റർ എക്സാമിനും രജിസ്റ്റർ ചെയ്യുക, ശേഷം പോയിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്ത് സ്വന്തമായിട്ട് ഡിഗ്രി എടുക്കുക. അത് ഡിസ്റ്റൻസ് ആയിട്ട് സ്വന്തമായിട്ട് ഡിഗ്രി എടുക്കുക. ഇതാണ് ഈ റെഗുലർ ഡിഗ്രിയും ഡിസ്റ്റൻസ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം. ഡിഗ്രി അഡ്മിഷൻ കിട്ടാൻ എത്ര പെർസെൻറ്റേജ് വേണം? മിനിമം ഒരു 80 എബോവ് പെർസെൻറ്റേജ് ഒക്കെ വേണം. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 77% ആയിരുന്നു എനിക്ക് പ്ലസ് ടു ഉണ്ടായിരുന്നത്. എന്നിട്ടും എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് സ്പോട്ട് അഡ്മിഷനിലാണ്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത്, ഡിഗ്രി എന്ന പ്രോഗ്രാമിന് ഒരു അഡ്മിഷൻ ഒപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടല്ല, മാർക്കില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി അഡ്മിഷനൊക്കെ ആരംഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മാർക്കില്ലെങ്കിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടാകും മീൻസ് നിങ്ങൾക്ക് ഗവൺമെൻറ് കിട്ടാൻ ബുദ്ധിമുട്ടാകും. കാരണം ഗവൺമെൻറ് കോളേജിൽ നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അവസാന അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണെന്ന് നോക്കുക. അവസാനം റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് പോലും ചിലപ്പോൾ 75 മേലെ പെർസെൻറ്റേജ് കണ്ടു എന്ന് വരും, അവസാനം കയറി വരും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഡിഗ്രി എന്ന പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞ ഈ സാധനം, ഈ പ്ലസ് ടുവിൻ്റെ മാർക്ക്, അതായത് പ്ലസ് വൺ 600, പ്ലസ് ടു 600, ടോട്ടൽ ഈ 1200 എന്ന വലിയ സംഖ്യയിൽ, എന്ന ആ വലിയ സംഖ്യയിൽ നിന്നും നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് അളക്കപ്പെടും. ഈ 1200 എന്ന വലിയ സംഖ്യയിൽ നിന്നും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എത്ര എഴുതിയെടുത്തു, എത്ര സ്കോർ ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ് ആ വിദ്യാർത്ഥി ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. ഞാൻ ഇടയ്ക്ക് ഗവൺമെൻറ് എടുത്ത് പറഞ്ഞതിന് കാരണം, സെൽഫ് ഫിനാൻസ് കോളേജുകൾ, അത് പ്രൈവറ്റ് കോളേജുകളിൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാം. അതിന് നിങ്ങൾക്ക് മാർക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസ് ടു പാസ്സായാൽ മതി. പ്ലസ് ടു പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? പ്രൈവറ്റ് കോളേജിൽ പോയി, സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയി ഡിഗ്രി ചെയ്യാം. കാരണം എന്താ? സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ അഡ്മിഷൻ, ഡൊണേഷനൊക്കെ ആയിട്ട് നമ്മൾ സെം ഫീസ് എല്ലാം കൊണ്ടും എന്ത് ചെയ്യുന്നത്, നല്ല തുക കൊടുത്ത് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മളൊരു അഡ്മിഷൻ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, ഒരു 10-25,000 രൂപ, ഒരു 20,000-25,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും പോകും. ഒരു 10-25,000 രൂപ എന്തായാലും അഡ്മിഷൻ ടൈമിൽ തന്നെ പോകും. സെൽഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം കൊടുത്ത് പഠിക്കുന്നതാണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, പ്ലസ് ടു ജയിച്ചിരിക്കണമെന്നേ നിർബന്ധമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാം. അതിന് പ്ലസ് ടുവിൻ്റെ മാർക്കൊരു ബുദ്ധിമുട്ടായിട്ട്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പെർസെൻറ്റേജോ മാർക്കോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവിടെ വരില്ല. പൈസ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി അഡ്മിഷൻ എടുക്കാം. അങ്ങനെയാണ് സെൽഫ് ഫിനാൻസ് കോളേജിലെ കാര്യങ്ങൾ നടക്കുന്നത്. ബട്ട് ഗവൺമെൻറ് കോളേജിൽ ആ പണി നടക്കില്ല. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ഉണ്ട്, മാർക്ക് ബേസ് ചെയ്തിട്ടാണ് കയറുന്നത്. മാർക്കുള്ള കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടും, മാർക്കില്ലാത്ത കുട്ടികൾ പുറത്താക്കപ്പെടും. അങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങളുടെ ഡിഗ്രി എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഗവൺമെൻറ് കോളേജ് നോക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് കുറവുള്ളൊരു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് +2 ഒന്ന് ജസ്റ്റ് പാസ്സേ ആയുള്ളൂ, എന്നാലും നിനക്ക് ഡിഗ്രിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ഗവൺമെൻറ് കോളേജിൽ നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം സെൽഫ് ഫിനാൻസിൽ പോവുക. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 70% മാർക്കുള്ളൊരു വിദ്യാർത്ഥിയുടെ അപേക്ഷയും വന്നു, 80% മാർക്കുള്ള വിദ്യാർത്ഥിയുടെ അപേക്ഷയും വന്നു. 80 ആദ്യം പരിഗണിക്കുക. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിച്ച് നോക്ക്, 70% മാർക്കുള്ളൊരു വിദ്യാർത്ഥിയുടെ അപേക്ഷ വന്നു, ബാക്കിയുള്ള അപേക്ഷകൾ 70 താഴെയാണ്. ഒരു വിദ്യാർത്ഥിയുടെ അപേക്ഷ 70% മാർക്കുള്ളൊരു വിദ്യാർത്ഥിയുടെ അപേക്ഷ ഡിഗ്രി അഡ്മിഷന് വന്നു, പക്ഷെ ബാക്കി വന്ന അപേക്ഷകൾ എന്താണ്? 70 താഴെയാണ്. 70 മേലേക്ക് എന്തില്ല? ആരുമില്ല. അപ്പം ഏറ്റവും ടോപ്പ് ഏതാണ്? 70 ആ 70 ഉള്ള കുട്ടിക്ക് സീറ്റ് കിട്ടും. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് കുറവാണെങ്കിലും, നിങ്ങൾ +2 ജസ്റ്റ് പാസ്സായിട്ടേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾ അഡ്മിഷനായിട്ട് ആദ്യം ഗവൺമെൻറ് കോളേജിൽ കൊടുക്കുക. ഈ സെൽഫ് ഫിനാൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എന്ത് ചെയ്യും, അവസാനം വരെ സീറ്റ് അവിടെ കാണും. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. ഈ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പൊതുവേ കുറവാണ്. കാരണം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈസ തന്നെയാണ് ഇഷ്യൂ. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ഞാൻ പറഞ്ഞു, അഡ്മിഷൻ ടൈമിൽ തന്നെ എന്താണ്, ഒരു 20,000 25,000 പൊടിയും. അത് ഓരോ കോഴ്സിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലായാലും നിങ്ങൾ അലോട്ട്മെൻറ്റ് വഴിയാണ് കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇപ്പം എനിക്ക് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയത് ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലായിരുന്നു. അവിടെ എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഡയറക്റ്റ് അഡ്മിഷന് 25,000 രൂപ വേണം. ബട്ട് എനിക്ക് അലോട്ട്മെൻറ്റ് വഴി വന്നതായതുകൊണ്ട് എനിക്ക് 15,000 രൂപയാണ് എന്നോട് മേടിച്ചത്. 10,000 രൂപ കുറവ് അലോട്ട്മെൻറ്റ് വഴി വന്നുകൊണ്ട്. ആ ടൈമിൽ മാത്രമേ കുറവുള്ളൂ, ബാക്കി കുറവൊന്നുമില്ല. അലോട്ട്മെൻറ്റ് വഴി വന്ന ഒരു കുട്ടി ആയതുകൊണ്ട് സാധാരണ അവിടെ വന്ന് മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് 25,000 രൂപ. കാരണം മാനേജ്മെൻറ്റ് കോട്ടയിൽ ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്യുന്നതാണ്. ബട്ട് ഞാൻ അലോട്ട്മെൻറ്റ് വഴി മെറിറ്റ് കോട്ടയിൽ വന്നതായതുകൊണ്ട് തന്നെ എനിക്ക് 15,000 അവിടെ മേടിച്ചുള്ളൂ, മെറിറ്റ് ആയതുകൊണ്ട്. കാരണം ഞാൻ ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വഴി വന്നതാണ്. ലാസ്റ്റാണ് സ്പോട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് കോളേജിൽ കൊടുക്കുന്നത്. ദൈവാനുഗ്രഹം, ലക്ക് എന്ന് പറയാം, ഗവൺമെൻറ് തന്നെ കൊടുത്തു, ഗവൺമെൻറ് തന്നെ കിട്ടി. അതുകൊണ്ട് എന്താണ്, സെൽഫ് ഫിനാൻസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് ഈ സെൽഫ് ഫിനാൻസിൽ പഠിക്കുന്നത് എൻ്റെ സ്വന്തം വ്യക്തിപരമായ താല്പര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഗവൺമെൻറ് പഠിക്കുന്നതിനാണ് ഇഷ്ടം. എന്താണ്, ഗവൺമെൻറ്റിൽ പോകുമ്പോൾ എന്താണ്, പൈസ വേണ്ട, പൈസയായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ ആലോചിക്കേണ്ട, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമുക്കെന്ത് ചെയ്യാം, പഠിച്ചാൽ മാത്രം മതി, ചെറിയ ഫീസുകൾ പഠിക്കാം. പക്ഷേ സെൽഫ് ഫിനാൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ സ്പെൻഡ് ആകും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണലി അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗവൺമെൻറ് കോളേജാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങളാണ് പൈസ മുടക്കുന്നത്, നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ പോകണോ സെൽഫ് ഫിനാൻസിൽ പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം നിങ്ങളാണ് പൈസ മുടക്കുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ഗവൺമെൻറ്റാണ് ഇഷ്ടം, സെൽഫ് ഫിനാൻസ് എനിക്കിഷ്ടമല്ല. കാരണം നല്ല രീതിയിൽ പൈസ മുടക്കണം, നല്ല രീതിയിൽ പൈസ ചിലവാകും എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ചിലവാകും. അഡ്മിഷൻ ടൈമിൽ തന്നെ 20,000 25,000 ഒക്കെ ചിലവാകും. അത് കറക്റ്റ് തന്നെയുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഡിഗ്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളിപ്പോൾ ഡിസ്റ്റൻസായി ഡിഗ്രി ചെയ്യുമ്പോൾ കേരളത്തിലാണെങ്കിൽ പ്രശ്നമില്ല. കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി. പിന്നെ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി കൊടുക്കുന്ന കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും UGC അംഗീകാരമുണ്ട്. അവിടെ ഡിസ്റ്റൻസ് ഡിഗ്രി മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾ ഡിഗ്രി ചെയ്താൽ പോലും നിങ്ങൾക്ക് UGC അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് കിട്ടുക. അപ്പോൾ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിന് പുറത്തൊക്കെ പോയി ഡിഗ്രി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, മാക്സിമം മറുപടി തരാൻ ശ്രമിക്കാം. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരു കമൻറ്റ് തന്നെ പറയുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് സ്കറിയ, ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.